ഹായ്, ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ അപ്പം കഴിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കുള്ളൂ, അതുപോലെ തന്നെ തീരെ പുളിയൊന്നും ഇല്ലാത്തൊരപ്പമാണ്. അപ്പോൾ ഈ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആദ്യം ഞാനിവിടെ പച്ചരി കുതിർക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അരി ആദ്യം കുതിർത്തിട്ടുണ്ടല്ലോ ഇത് അപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നാഴിയുടെ അളവിലാണ് കാണിക്കുന്നത്. ഇതിന് 1.5 നാഴി അരി എടുത്തിട്ടുണ്ട്, പച്ചരി. അപ്പോൾ ഇതൊരു ½ kg അരിയുണ്ട്. അപ്പോൾ അപ്പത്തിനൊക്കെ അരി ഇടുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് അധികം ആട്ടി വെക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു 1/2 ടീസ്പൂണോട് അല്പം ഉഴുന്ന് ചേർത്താൽ മതി. അത് ചേർത്തിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കണം. ഉഴുന്ന് കൂടുതൽ ചേർക്കരുത്, അപ്പോൾ പുളി വരും അപ്പത്തിന്. അപ്പോൾ അരി നമുക്ക് കുതിർക്കാൻ വെക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് അരി വെള്ളത്തിലിടുന്നത്. വൈകുന്നേരം അത് അരച്ചെടുക്കുന്നുണ്ട്. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് മിക്സിയിലേക്ക് ഇട്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത്. ഇതൊരു ½ kg അരി ഉണ്ടല്ലോ. അപ്പോൾ അപ്പത്തിനൊക്കെ അരി ഇടുമ്പോൾ എപ്പോഴും കുറച്ച് അധികം ഇട്ട് അരച്ച് വെക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്കൊരു 2 ദിവസമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു കപ്പ് ചോറ് ഇടുന്നുണ്ട്. അതായത് ഈ ഒരു കപ്പിൽ 2.5 കപ്പ് അരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ½ kg. അതിലേക്ക് 1 കപ്പ് ചോറിൻ്റെ അളവ് കൂടുതൽ ആകരുത്, അപ്പോൾ ഒട്ടിപ്പിടിക്കൽ വരും. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് ഒരു ഈസ്റ്റാണ് മെയിനായിട്ട് വേണ്ടിയത്. അപ്പോൾ അതൊരു ½ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ½ ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിയുടെ അളവനുസരിച്ച് നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് അരിയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. വെള്ളം അധികമായി പോകരുത്, നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണത്. പിന്നെ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്, ഒരു അധികം അരി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ആദ്യത്തേൽ ഞാൻ ചോറ് ഇട്ടിട്ടുണ്ട്, ഈസ്റ്റ് ഇട്ട്. രണ്ടാമത്തെ അരക്കുമ്പോൾ വെള്ളം മാത്രം ചേർത്തിട്ടാണ് അരച്ചു കൊടുക്കുന്നത്. മാവ് നല്ലോണം അരഞ്ഞു വരാൻ നോക്കണം, അപ്പോൾ അപ്പം നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ച് വെക്കുന്നത് നല്ലത്. അപ്പോൾ നല്ലോണം തന്നെ അത് പൊന്തി വരും. അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റ് പൊങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. നമ്മൾ പകലാണെങ്കിൽ ശരിക്കും ഇത് 5-6 മണിക്കൂറിൽ പൊങ്ങി വരും കേട്ടോ. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് രാത്രി കുഴച്ച് വെച്ചതാണ്. അപ്പോൾ രാവിലേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൂട് സമയത്ത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ഇത്. അതിലേക്ക് ഞാൻ തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചിലർ തേങ്ങ അതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചു വെക്കാറുണ്ട്, പക്ഷേ എനിക്ക് കൂടുതൽ നല്ലതായി തോന്നിയേക്കണം ഇങ്ങനെയാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യാറ്. ഇതിലേക്ക് പഞ്ചസാരയും ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ വരെ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് ചേർത്ത ഈ മാവിലേക്ക് പഞ്ചസാര കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് വർക്ക് നടക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ ഇളക്കി കുറച്ച് സമയം ഒന്ന് വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേനും നമുക്ക് ചൂടാനുള്ള ചട്ടിയൊക്കെ തയ്യാറാക്കി വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാവും. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ കൂടുതലായിട്ട് പൊന്തി വരും. ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. എന്നാലും ഒരു 10 മിനിറ്റ് വെച്ചാൽ കൂടുതൽ നല്ലത്. അപ്പോൾ മാവിന് തിക്നെസ് കൂടുതലാണ് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നിങ്ങൾ അല്പം ലൂസാക്കി എടുത്താൽ മതി. ഒരുപാട് ലൂസായി പോകരുത് മാവ്. ഇതുപോലെ നല്ല പതഞ്ഞ് നിൽക്കും. അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ മാവ് അപ്പം നന്നായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ നമ്മളെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. ഒരു തവി വെച്ചിട്ട് ഒഴിച്ച് നമുക്ക് ചുറ്റിച്ച് അപ്പമാക്കി എടുക്കാം. ഇതുപോലെ മാവ് അരച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ വൈകുന്നേരത്തിനും ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇറച്ചിക്കറിയും അതുപോലെ മുട്ടക്കറിയുടെ കൂടെ നല്ല സൂപ്പറായിരിക്കുള്ളൂ. പിന്നെ ഈവൻ കടലക്കറി ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ മലയാളികളെ വെള്ളയപ്പം ഉണ്ടാക്കാൻ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഓരോരുത്തർ ഉണ്ടാക്കുന്നതിൽ അല്പം വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഒരുവിധം വെള്ളയപ്പം ഞാൻ ആവശ്യത്തിന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പുറകുവശമൊക്കെ നോക്കുമ്പോൾ തീരെ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു എളുപ്പത്തിലൊരു കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.